ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു കോളേജ് ഡേ ഇൻ മൈ ലൈഫ് ആണ് കേട്ടോ. അപ്പോൾ കുറേ ആയി ഞാൻ കോളേജിലുള്ള ദിവസം ഒരു ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. പക്ഷേ തിരക്കുകൾ കാരണം എനിക്കത് എടുക്കാൻ പറ്റാറില്ല. ഇന്ന് ഞാൻ നല്ല നേരത്തെ ഒരു 5:30 ആയപ്പോൾ എണീച്ചിട്ടുണ്ടായിരുന്നു. ഇത്ര നേരത്തെ ഞാൻ എണീക്കാറില്ല, ശരിക്കും ഒരു 6 മണിക്കാണ് എണീക്കാറ്. പക്ഷെ ഇന്ന് കുറച്ച് നേരത്തെ എണീച്ചു. അങ്ങനെ രാവിലെ എണീച്ചതും ബ്രഷ് ചെയ്യലൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളം കുടിക്കുക എന്നുള്ളത് മസ്റ്റാണ്. പിന്നെ ഇന്നലെ ഞാൻ പെയിൻറ്റിങ് കഴിഞ്ഞിട്ട് ആ സാധനങ്ങളൊന്നും എടുത്ത് വെക്കാതെ അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്കത് ക്ലീൻ ചെയ്യാൻ തോന്നി കേട്ടോ. ഈ ഒരു പെയിൻറ്റ് ഞാൻ ഷോർട്സ് ഇടാൻ വേണ്ടിയിട്ട് ചെയ്തതായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് എനിക്ക് മടുത്തിട്ട് ഞാനത് പകുതിയിൽ നിന്ന് നിർത്തി വെച്ചതായിരുന്നു. അപ്പോൾ അത് ഫുൾ കംപ്ലീറ്റ് ആക്കിയിട്ട് നമുക്കത് ഷോർട്സിൽ അപ്ലോഡ് ചെയ്യണം. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും കുറച്ചൊക്കെ വെളിച്ചം വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് താഴെ പോയിട്ട് ഒരു ഗ്ലാസ് ചായയൊക്കെ കുടിക്കാം. രാവിലെ കുറേ ചായ കിട്ടണം. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ കഴിക്കാറില്ല, അതിന് പകരം ഞാൻ ഒരു 5-6 ഗ്ലാസ് ചായയെങ്കിലും കുടിക്കാറുണ്ട്. അതുകൊണ്ട് എനിക്ക് വിശക്കാറുമില്ല, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ സ്കിപ്പ് ചെയ്യാറാണ് പതിവ്. പിന്നെ ഞാൻ മുറ്റത്തേക്ക് മുറ്റടിക്കാനാണ് പോയത്. പിന്നെ എനിക്ക് മടിയായി, എനിക്ക് വയ്യ. അപ്പം ഞാൻ പിന്നെ മുറ്റൊന്നും അടിച്ചില്ല. കുറച്ച് നേരം ഞാൻ വീടിന് ചുറ്റും നടന്നിട്ട് പിന്നെ എൻ്റെ അടുത്ത പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിഫോം അയൺ ചെയ്യാന്നുള്ളതാണ്. അങ്ങനെ ഞാൻ യൂണിഫോം അയൺ ചെയ്യാനായിട്ട് പോയി. എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത പണിയാണ് യൂണിഫോം അയൺ ചെയ്യുക. യൂണിഫോം എന്നല്ല, അയൺ ചെയ്യണതേ എനിക്കിഷ്ടമല്ല, പിന്നെ ചെയ്യണമല്ലോ. എനിക്കാണെങ്കിൽ അയൺ ചെയ്യാൻ കുറേ ടൈം എടുക്കും. തേച്ചോടെ തന്നെ തേച്ച് നല്ല നീറ്റായിട്ട് തേച്ച് കിട്ടിയാലേ എനിക്കൊരു സമാധാനം കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്ക് കുറേ ടൈം വേണം ഈ ഒരു അയൺ ചെയ്യാൻ വേണ്ടിയിട്ട്. കോളേജുള്ള ദിവസങ്ങളിൽ എനിക്ക് പണിയെടുക്കാനൊന്നും ടൈം കിട്ടാറില്ല. ഒന്നാമത് എനിക്ക് 8 മണിക്ക് ബസ് വരും. സോ ഞാൻ വേഗം എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വേഗം പോകും. അങ്ങനെ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ യൂണിഫോമൊക്കെ മാറ്റി. ഇനി സ്കിൻ കെയറും പിന്നെ കണ്ണൊക്കെ എഴുതുക, ലിപ്സ്റ്റിക് ഇടുക, അത്രയൊക്കെ തന്നെ ഉള്ളൂ. പക്ഷെ ഞാനത് ഷൂട്ട് ചെയ്തിട്ടില്ല. എൻ്റെ 5ാമത്തെ ചായ ആണെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഇന്നാണെങ്കിൽ ഇപ്പോൾ കടയിൽ നിന്ന് റോസ്റ്റൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആണെങ്കിൽ റോസ്റ്റ് വേണമെന്നും പറഞ്ഞു. പിന്നെ എനിക്ക് കഴിക്കാനും തോന്നിയില്ല. അപ്പോൾ ഉമ്മ എനിക്ക് വാരിത്തരാണ് കേട്ടോ. എൻ്റെ ബസ് വരാനായപ്പോൾ ഞാൻ വേഗം പോയി. 1 മണിക്ക് ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ 8:30 ആകുമ്പോൾ ഞാൻ കോളേജിലെത്തും. ഇതിന് എത്ര നേരത്തെ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ അടുക്ക് 2 റൂട്ടിൽ കൂടെ ബസ് പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ പോണ വഴി കൂടെ പോയി കഴിഞ്ഞാൽ കോളേജിലേക്ക് കുറച്ച് നടന്നാൽ മതി. മറ്റേ വഴി കൂടെ പോയി കഴിഞ്ഞാൽ കുറേ നടക്കണം. അപ്പോൾ ആ ഒരു ടൈമിൽ ഈ 8 മണിക്ക് മാത്രമേ ഉള്ളൂ ഈ ബസ് ഉള്ളത്. കുറച്ച് നേരം ഇവിടെ വന്ന് പോസ്റ്റ് ആയിട്ട് ഇരുന്നാലും വേണ്ടില്ല, കുറേ നടക്കാൻ വയ്യാത്തതുകൊണ്ടാണ് ഇത്രയും നേരത്തെ വരുന്നത്. കുറേ നേരം ഞങ്ങൾ പുറത്തിരുന്നു. പിന്നെ പ്രയറൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ക്ലാസ് കയറിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ക്ലാസ് എടുക്കലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ടീച്ചർ കുറച്ച് ടൈം തരും. ആ ഒരു ടൈമിൽ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ഗെയിംസ് കളിക്കാറുണ്ട്. അപ്പോൾ ഞങ്ങൾ കളിക്കുന്ന ഗെയിം എന്താ വെച്ച് കഴിഞ്ഞാൽ സിനിമ പേര് കണ്ടുപിടിക്കലാണ് കേട്ടോ. ഇങ്ങനെ കുറേ എഴുതി വെക്കും, എന്നിട്ട് ഓരോ ലെറ്റേഴ്സ് നമ്മൾ കണ്ടുപിടിക്കുക. ദാറ്റ് ഈസ് ദ ഗെയിം. ഞാൻ എപ്പോൾ ഏത് സിനിമ പേര് എഴുതിയാലും അവരത് പെട്ടെന്ന് കണ്ടുപിടിക്കും. അപ്പോൾ ഞാൻ തന്നെ ഒരു സിനിമ പേര് ഉണ്ടാക്കി. അത് പഴയ സിനിമയാണ്, ഏതോ ഒരു പഴയ നടൻ്റെ പേരും പറഞ്ഞപ്പോൾ അവരത് വിശ്വസിച്ചു. ഞങ്ങൾ ഈ കളിക്കുമ്പോൾ നിങ്ങളവിടെ ടീച്ചറിനെ കാണുന്നുണ്ടാവും. ടീച്ചറിൻ്റെ സമ്മതത്തോടെ തന്നെയാണ് കേട്ടോ ഞങ്ങൾ കളിക്കുന്നത്. ടീച്ചർ ക്ലാസ് എടുക്കൽ കഴിഞ്ഞിട്ട് ഞങ്ങൾക്കൊരു 10 മിനിറ്റ് ഫ്രീ തരാറുണ്ട്. ആ ഒരു ടൈമിലാണ് ഞങ്ങൾ കളിക്കുന്നത്, അല്ലാതെ ക്ലാസ് ടൈം അല്ല കേട്ടത്. ബ്രേക്ക് കിട്ടിക്കഴിഞ്ഞാൽ കൊണിച്ചുകൾ മിററിന് മുമ്പ് പോയിട്ട് ലിപ്സ്റ്റിക് ഇടലാണ് പണി. അത് മാത്രമൊന്നുമല്ല കേട്ടോ, എല്ലാ ഗേൾസും ഇങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ നമ്മുടെ ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് എങ്ങടാ പോകേണ്ടതെന്ന് ഞങ്ങളിങ്ങനെ ആലോചിച്ചിരിക്കുകയായിരുന്നു. കുറേ കാലമായി ഞങ്ങളിങ്ങനെ മന്തി കഴിക്കാൻ പോകണം എന്നിങ്ങനെ പ്ലാൻ ചെയ്യുന്നു. പക്ഷെ ഇതുവരെ നടന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നിപ്പോൾ ഒന്നും നോക്കിയില്ല, ഞങ്ങൾ നേരെ വിട്ടു. കുന്തിപ്പുഴയുള്ള സാഫ്രോൺ മന്തിക്കാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. അവിടുത്തെ മന്തി അടിപൊളിയാണ് കേട്ടോ. അവിടെ പോയിരുന്ന് ഞങ്ങൾ കുറേ നേരം ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ മന്തി വന്നിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ ഹണി അൽഫാമും പിന്നെ മന്തിയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇത് കഴിക്കുന്നതിന് മുമ്പ് എല്ലാവരും സ്നാപ്പ് ഇടേണ്ട തിരക്കിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും ഫുഡ് കഴിക്കാൻ തുടങ്ങി. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വെറുതെ ഒന്ന് കുന്തിപ്പുഴ കാണാൻ വേണ്ടി പോയി. ജസ്റ്റ് ഒന്ന് കാലെഴുകാൻ ഇറങ്ങിയതാണ്. അവിടുന്ന് കുറച്ച് ഫോട്ടോസ് എടുത്തിട്ട് ഞങ്ങൾ വേഗം വീട്ടിൽ പോന്നു. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇതൊരു ചെറിയ വ്ലോഗാണ്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.